ഹായ്, ഗുഡ് ഈവനിങ് ഐവിൻ. ആദ്യത്തെ ചോദ്യം, എ ട്രയാങ്കിൾ ഈസ് ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ ദ ക്ലോക്ക് ഫേസ്. ക്ലോക്ക് ഇങ്ങനെയാണ്, 12, 6, 3, 9. ഈ 1, 4, 8 ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്താൽ ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് സെൻറ്റർ ഒ എന്നെടുക്കാം. ഈ ഓരോ പോയിന്റിനെ നമുക്ക് എ, ഇത് ബി, ഇത് സി എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ സെൻറ്ററിൽ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഒരു സർക്കിളിൽ ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഇപ്പം എ ബി എന്ന് പറയുന്ന ഒരു ആർക്ക് അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളും അതിൻ്റെ അൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളും തമ്മിലുള്ള ബന്ധം. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇത് 2x ആയിരിക്കും. ആംഗിൾ എ പി ബി എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 2x ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന നിയമം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലോക്കിൽ ആകെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 12 സെക്ഷൻ ഉണ്ടായതുകൊണ്ട് ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ അറൗണ്ട് എ പോയിന്റ് 360 ആണ്. അപ്പോൾ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് ഈസ് ഈക്വൽ ടു 360 ആയതുകൊണ്ട് അതിനെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ 5 മിനിറ്റും, അതായത് 1 തൊട്ട് തൊട്ടടുത്ത് 12 തൊട്ട് 1, 1 തൊട്ട് 2, അപ്പോൾ ഓരോ 5 മിനിറ്റിലും അത് എത്ര ആയിട്ട് മാറും? ഇൻ ഈച്ച് 5 മിനിറ്റ് ദ ആംഗിൾ ഇൻ ദ സെന്റർ എന്തായിരിക്കും? 360നെ 12 കൊണ്ട് ഹരിച്ചാൽ 30 ഡിഗ്രി ആയിരിക്കും. അപ്പം ഈ ഒരു ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ 1 മുതൽ 4 വരെ, എ എന്ന് പറയുന്ന പോയിന്റ് 1ഉം ബി എന്ന് പറയുന്ന പോയിന്റ് 4ഉം. അപ്പോൾ 1 മുതൽ 4 വരെ എത്ര വ്യത്യാസമുണ്ട്? 1 to 2, 2 to 3, 3 to 4. അതായത് 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ഈ ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് 1ഉം ഇത് 4ഉം ആയതുകൊണ്ട് ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് 4 - 1 into 30 ആയിരിക്കും. ഓക്കെ, 4 - 1 into 30 ആയിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിൾ എന്ന് പറയുന്നത് 4 - 1 into 30, ദാറ്റ് ഈസ് 3 into 30, ദാറ്റ് ഈസ് 90 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 90 ആവുമ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഈ ആംഗിൾ. അപ്പം 90യുടെ പകുതി 45 ഡിഗ്രി ആയിരിക്കും ആംഗിൾ എ സി ബി. ഇനി ഇതേപോലെ നമുക്ക് ആംഗിൾ ബി ഒ സി കാണാം. ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 4 മുതൽ 8 വരെയാണ്. അതായത് ബി 4ഉം സി 8ഉം ആണ്. അപ്പോൾ ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് എന്താവും? 8 - 4 ഇൻറ്റു 30 വരും. ദാറ്റ് ഈസ് 4 ഇൻറ്റു 30 വരും. അത് 120 ആയിരിക്കും. അപ്പോൾ ഇത് 120 ആകുമ്പോൾ അതിൻ്റെ പകുതി വരും ആംഗിൾ ബി എ സി. ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 120ൻ്റെ പകുതി ആയിരിക്കും. 120ൻ്റെ പകുതി എത്ര ആവും? 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ്, ഈ ആംഗിൾ നമുക്കിപ്പോൾ കിട്ടിയത്, ആദ്യം കിട്ടിയത് ഈ ആംഗിൾ 45ഉം ഈ ആംഗിൾ കിട്ടിയത്, ആംഗിൾ ബി എ സി കിട്ടിയത് 60ഉമാണ്. അപ്പോൾ 60, 45, 105 ആണ്. അപ്പോൾ 180ൽ നിന്ന് 105 കുറച്ചാൽ 65. അപ്പോൾ ഈ ആംഗിൾ 65 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ ക്ലോക്ക് വൈസ്? എത്രത്തോളം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടണമെങ്കിൽ ഓരോ ആംഗിളും 60 ആയിരിക്കണം. ഓരോ ആംഗിളും 60 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 60ൻ്റെ ഇരട്ടി 120 വരണം. അപ്പം 120 കിട്ടണമെങ്കിൽ നമുക്കറിയാം, ഈ 30നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 120 കിട്ടുന്നത്? 4 കൊണ്ട് ഗുണിച്ചാൽ. അപ്പം ഗ്യാപ്പ് എത്ര വരണം? ഓരോ ഡിജിറ്റ്സും തമ്മിലുള്ള ഗ്യാപ്പ് 4 ആയിരിക്കണം. അപ്പം നമുക്കിപ്പോൾ 1 സ്റ്റാർട്ടിങ് എടുക്കുന്നതെങ്കിൽ 1 കഴിഞ്ഞാൽ പിന്നെ എന്തെടുക്കാം? 4 കൂട്ടിയാൽ 5, 5ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 9. അപ്പം 1, 5, 9 വരാം. അല്ല എങ്കിൽ 2, വീണ്ടും 4 കൂട്ടിയാൽ 6, 10 ഇത് വരാം. അതല്ല എങ്കിൽ 3, 4 കൂട്ടിയാൽ 7, 11 വരാം. അതല്ല എങ്കിൽ 4, വീണ്ടും 4 കൂട്ടിയാൽ 8, 12. ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2 ഡിജിറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 4. അപ്പോൾ 5 - 1 4 × 30 120 ആവുകയും അതിൻ്റെ അപ്പോഴത്തേക്ക്
എന്താണ് ആ ആർക്ക് അതിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ആയതുകൊണ്ട് അതിന്റെ അൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിന്റെ പകുതിയാവും 60. ഇത് എല്ലാ കേസിലും ആവർത്തിക്കും. ക്ലിയർ? ഓക്കെ.